കേവല ഭൂരിപക്ഷം പ്രതീക്ഷിച്ച BJPക്ക് 240 വരെ ഒറ്റയ്ക്ക് നേടാൻ സാധിച്ചുള്ളൂ. പക്ഷേ NDA ആയിട്ട് തന്നെയാണ് മത്സരിച്ചത്. 293ഓളം സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു. എന്നിട്ടും രാജ്യത്തൊട്ടാകെ ചർച്ച നടന്നത് കിങ് മേക്കർ ആകാൻ പോകുന്നത് TDPയും അതുപോലെ JDUമാണ്. നരേന്ദ്രമോദിയുടെ ചരട് ആരുടെ കയ്യിലായിരിക്കും, ആര് തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെയാണ്. പക്ഷേ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്താണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ അന്തം വിട്ടുപോയത്. കാരണം TDPയിൽ നിന്ന് 4 ക്യാബിനറ്റ് മന്ത്രിമാർ, 6 സഹമന്ത്രിമാർ, JDUവിൽ നിന്ന് 3 ക്യാബിനറ്റ് മന്ത്രിമാർ, 3 സഹമന്ത്രിമാർ എന്നൊക്കെ പറഞ്ഞ് വച്ച് കാച്ചവരൊക്കെ സത്യം പറഞ്ഞാൽ അയ്യേ എന്നായിപ്പോയി. കാരണം TDPയിൽ നിന്ന് 1 ക്യാബിനറ്റ് മന്ത്രി, 1 സഹമന്ത്രി, JDUവിൽ നിന്ന് 1 ക്യാബിനറ്റ് മന്ത്രി, 1 സഹമന്ത്രി. അതുപോലെ തന്നെ JDS, നമ്മുടെ കർണാടകയിൽ പ്രവർത്തിക്കുന്ന ജനതാദൾ എസ്, അതിലെ HD കുമാരസ്വാമി ക്യാബിനറ്റ് റാങ്കോടുകൂടി തന്നെ മന്ത്രിയായിട്ടുണ്ട്. അതുപോലെ 1ഉം 2ഉം MP-മാരുള്ള ഘടകകക്ഷികൾക്ക് പോലും സഹമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ കൂട്ടത്തിൽ മികച്ച നേതാക്കളുള്ള പാർട്ടികളിൽ അവർക്ക് ക്യാബിനറ്റ് റാങ്കോ ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആർക്കും പരിധി വിട്ട് ഒന്നും നൽകിയിട്ടുമില്ല. ഇപ്പോഴത്തെ ഒരു കേന്ദ്ര മന്ത്രി സഭ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 172 പേര് മോദി അടക്കമുണ്ട്. നമ്മൾ ഈ ഒരു മന്ത്രിസഭ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു BJP മന്ത്രിസഭ പോലെ തന്നെയാണ് തോന്നുന്നത്. എങ്ങനെയാണ് 2ാം മോദി സർക്കാരും 1ാം മോദി സർക്കാരും ഉണ്ടായിരുന്നത്, അതിന്റെ തുടർച്ച തന്നെയാണ്. അല്ലാതെ TDPക്കും JDUവിനും പ്രത്യേകമായ ഒരു പരിഗണനയും നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. മോദി ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയതായിട്ടും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. സത്യത്തിൽ ഇതുവരെയും പലരും പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ആഗ്രഹങ്ങളാണ്. ഇപ്പോൾ BJPയുടെ മന്ത്രിസഭ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ ദേശീയ അധ്യക്ഷന്മാരുടെ എണ്ണം തന്നെ എത്രയാണെന്ന് നോക്കൂ. രാജ്നാഥ് സിംഗ് മുൻപ് ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷാ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ആളാണ്. നിതിൻ ഗഡ്കരി ദേശീയ അധ്യക്ഷനായിരുന്ന ആളാണ്. JP നദ്ദ ദേശീയ അധ്യക്ഷനായിരുന്ന ആളാണ്. ശരിക്കും BJPയുടെ കരുത്തരായ മുൻനിര നേതാക്കളെല്ലാം തന്നെ മന്ത്രിസഭയിൽ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. മോദി, രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി, JP നദ്ദ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അവരിപ്പോഴും അവരുടെ പാർട്ടിക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ഘടകകക്ഷികൾക്ക് അർഹിക്കുന്ന പരിഗണന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ പലരും എന്താണ് പറഞ്ഞ് പ്രചരിപ്പിച്ചത്, മോദിയുടെ ശക്തി ക്ഷയിച്ചു പോയി, ചോർന്നു പോയി, അതാണ് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ JDUവിനും അല്ലെങ്കിൽ TDPക്കും ഒന്നും നരേന്ദ്രമോദിയെ വീഴ്ത്തേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. അവർക്ക് മോദിയുടെ കൂടെ നിൽക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയത്തിന് നല്ലത്. ഇപ്പോൾ ചന്ദ്രബാബുവിന് എന്തായാലും ആന്ധ്ര രാഷ്ട്രീയത്തിൽ തുടരാൻ തന്നെയാണ് താല്പര്യം. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുക എന്നത് അസാധ്യമാണ്. ഒരു തട്ടിക്കൂട്ട് കൂട്ടുകക്ഷി സർക്കാരൊക്കെ ഉണ്ടാക്കിയാലും അത് എത്ര നാൾ നിലനിൽക്കുമെന്നും അത് നിലംപൊത്തുമെന്നും ഒക്കെ അറിയാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ അവർക്കൊക്കെ വന്നിട്ടുണ്ടാവണം. കാരണം മുൻകാലങ്ങളിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്. ഇപ്പോൾ നിതീഷ് കുമാറിനും അത് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഹമൊന്നും കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. കയ്യിലുള്ള ബീഹാറെങ്കിലും നല്ല രീതിയിൽ ഭരിച്ച് ജീവിതകാലം ശിഷ്ടകാലം സമാധാനത്തോടെ പോകാന്നുള്ളതായിരിക്കും പുള്ളിയുടെയൊക്കെ താല്പര്യം. അല്ലാതെ അട്ടിമറിക്കൊന്നും നിന്നിട്ട് ഒരു കാര്യമില്ല. അത്തരം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശക്തമായൊരു നേതൃനിര BJPക്കകത്തുണ്ട്. അവരുടെ പാർട്ടി സംവിധാനങ്ങൾ വളരെ പവർഫുള്ളാണ്. എണ്ണയിട്ട യന്ത്രം പോലെ അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നേരിട്ട് അങ്ങനെ മഹാവിജയം നേടാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള 5 വർഷം മര്യാദയ്ക്ക് അവർ നിന്ന് പോകാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. മാത്രമല്ല അധികാരത്തിലേക്ക് വരാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടിയാലും മതി. അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്നത് പോലും ഒരു സ്ട്രെങ്ത് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്നവരാണ് ഈ രാജ്യത്തെ മറ്റ് ചെറിയ പാർട്ടികളൊക്കെ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ JDU ഇതിൽ നിന്ന് പോയാൽ NDA താഴെ വിടാനൊന്നും പോകുന്നില്ല. കാരണം 12 സീറ്റുള്ള JDU പോയാൽ ഒരിക്കലും താഴെ വിടില്ല. NDAക്ക് മൊത്തം 293 ഉണ്ട്. അത് കൂടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ പറയുന്നു. 300, 310 വരെയൊക്കെ സപ്പോർട്ട് പല വഴി കൂടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തോ ആവട്ടെ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ TDP പോയെന്ന് വെച്ചാൽ മറുഭാഗത്ത് വരാൻ എത്രയോ പാർട്ടികളുണ്ട്. ഈ INDA മുന്നണി എന്ന് പറഞ്ഞിട്ട് പലരും ഈ എടുത്തു കാണിക്കുന്ന മുന്നണി എന്ന് പറയുന്നത് പരസ്പര യോജിപ്പുള്ള പാർട്ടികളൊന്നും അല്ലല്ലോ എല്ലാവരും. അപ്പോൾ വിളിച്ചാൽ വരാൻ റെഡിയായി നിൽക്കുന്ന പാർട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവർ പോയാൽ വേറെ വരും. അത് ഇവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരവരുടെ സംസ്ഥാനങ്ങൾ ഭരിച്ച് മുന്നോട്ടും പോകാം, കേന്ദ്രവുമായിട്ടുള്ള ബന്ധം നിലനിർത്താം. മാത്രമല്ല ഈ പറയുന്ന രാജ്യം ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗവുമാകാം. അപ്പോൾ അത് ഏതുകൊണ്ടും നല്ലതാണെന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവരം ഈ പറയുന്ന നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ അതുകൊണ്ട് ഇവരാരും മോദിക്കെതിരെ നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. മാത്രമല്ല NDA യോഗത്തിൽ പരിപൂർണ പിന്തുണയാണ്. മോദി എന്ത് ചെയ്താലും കൂടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
എന്ത് വേണോ ചെയ്തോ ഞങ്ങൾ കൂടെ ഉണ്ടെന്നാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പലരും പ്രചരിപ്പിച്ചതുപോലെ 4-10 സീറ്റുകളൊന്നും ഇവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. കാരണം ഇത് മോദിയാണ്.